ഗുരുദേവനെ അനുസ്മരിക്കുക എന്നൊരു കാര്യം സാധാരണഗതിയിൽ വളരെയധികം വികാര വിജൃംഭിതം ആയി വന്നു പോകുന്ന കാര്യമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ കൂടുംഭാവും അത്രമേൽ ഇഴചേർന്നിരിക്കുന്നു എന്നതാവാം അതിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അഭേദ ആശ്രമത്തിൻ്റെ അധിപതിയായിരുന്ന ശ്രീ അഭേദാനന്ദ സ്വാമികൾ തിരുവനന്തപുരം നിവാസികൾക്കല്ല, കേരളം എന്ന സംസ്ഥാനത്തിനല്ല, വെളിയിൽ ഭാരതത്തിൻ്റെ ഏതു ഭാഗത്തും അത്യപൂർവമായ സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് പൂജ അർപ്പിക്കുന്ന ശ്രേഷ്ഠ ജനങ്ങളുടെ ധാരാളിത്തമുള്ള നാടാണ്. ഗുരുദേവൻ്റെ ഓരോ ദിവസത്തെ സത്സംഗവും ഓരോ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കത്തക്ക വിധം ശ്രേഷ്ഠമായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഞാനിവിടെ ആഗ്രപൂജ എന്ന കൃതിയിൽ ചെയ്തിരിക്കുന്നതും ഗുരുദേവൻ സമക്ഷമായി വന്ന് ആളുകളെ കണ്ട് പറയുന്ന സന്ദർഭത്തിലെ ഭാവവും അദ്ദേഹം ഉപയോഗിച്ച ഭാഷയുടെ പ്രത്യേക അർത്ഥവും വിവരിക്കുക എന്ന നിലയിലായിട്ടുള്ളതാണ്. ഒരു മഹാത്മാവിന് തൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ സാക്ഷാത്തായി കണ്ടിരിക്കുന്നത് അപൂർവം ചില വ്യക്തിത്വങ്ങൾക്കാണ്. ഗീതയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ യദാചരതി ശ്രേഷ്ഠ തദൈവേതരോജിന സയത് പ്രമാണഗുരുതേ ലോക തദനുവർത്തതേ. ഒരു ശ്രേഷ്ഠൻ എന്തൊക്കെ ചെയ്യുമോ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സമൂഹത്തിന് മാതൃകയാവും. ആ മാതൃകയെ അനുകരിച്ചുകൊണ്ടാണ് അനന്തര തലമുറ ശ്രേഷ്ഠകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നത്. അങ്ങനെ വ്യാപൃതരാകാൻ ഒരു സന്യാസിയുടെ സമ്പൂർണ്ണ ലക്ഷണവും തികഞ്ഞ അത്യപൂർവം ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നു അഭേദാനന്ദ ഗുരുദേവൻ. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനം എന്നത് അഭേദം ആയിരുന്നു. ജാതി മത വ്യത്യാസ വരമ്പുകളെല്ലാം ഇല്ലാതായ ചിന്തകളിൽ സാരല്യത്തിലൂടെ സമൂഹത്തിന് നന്മയുടെ ആർദ്രത കനിയൊഴുക്കി കൊടുത്തിട്ടുള്ള ശ്രേഷ്ഠമായ ഉപദേശങ്ങൾ ലഘു കഥകളിലൂടെ തന്മയമായി ആളുകൾക്ക് നൽകിയിട്ടുള്ളൊരു മഹാത്മാവായിരുന്നു അഭേദാനന്ദ സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതവും ഗഹനമായ ചിന്തയും അത് സത്യത്തിൽ അനുഭവവേദ്യമായ ഒരു കാര്യം മാത്രമാണ്. വളരെ കുറച്ചുപേർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ സ്വാമിയുടെ സത്സംഗങ്ങളിൽ പങ്കുകൊണ്ടിട്ടുള്ള ധന്യരായ ആളുകളുണ്ട്. അങ്ങനെ നേരിട്ട് അനുഭവമുള്ളവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്ന കാലത്ത് ആ വ്യക്തിത്വത്തിൻ്റെ മഹിമാനം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായി എന്ന് തന്നെയാണ് വിചാരം. സന്യാസിമാര് ഒരുപാടാണ് ലോകത്ത്. ഗുരുക്കന്മാർ അഥവാ ആചാര്യന്മാർ എന്ന് പറയുന്നവർ വളരെ വളരെ കൂടുതലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ആചാരനിരതരായിരിക്കുന്നവരും പറയുന്നത് പ്രവർത്തിക്കുക എന്ന രീതിയിൽ കാണപ്പെടുന്നവരും വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും തന്നെ ബോധ്യമായ കാര്യമാണ്. ഗുരുദേവൻ ചെയ്യാവുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുന്ന അത്യപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. വളരെ കടുകീർവാണങ്ങൾ ഉദ്ധരിച്ച് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഗുരുക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശിഷ്യ ചിത്താപഹാരകന്മാരല്ല പലരും, ശിഷ്യ വിത്താപഹാരകന്മാരായിട്ടാണ് നമ്മൾ കാണാറുള്ളത്.
എല്ലാവരുമല്ല, പലരും. പക്ഷെ ചിത്താപഹാരികളായ, ചിത്തത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകത ആ രൂപം കാണുമ്പോൾ മുഖത്ത് വഴിഞ്ഞു വഴിഞ്ഞു വരുന്ന നിർമ്മലത്വം തന്നെ നമുക്ക് അനുഭവത്തിൽ വരും. പല സന്ദർഭങ്ങൾ, പല കഥകൾ നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്, അറിയുകയാണ്. ഗുരുദേവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരിക്കലും സത്സംഗ സമയത്ത് ആറയൂർ ആശ്രമത്തിലെ സത്സംഗം നടക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു സിദ്ധൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സമയം ഒറ്റ നേരം തന്നെ 100 തേങ്ങ തൊണ്ടോടെ നെറ്റിയിലിടിച്ച് പൊളിക്കും എന്നുള്ളത്, പൊളിക്കും എന്ന്. ഓ സ്വാമിജി എല്ലാത്തിനും അത്ഭുതം കൂറിക്കൊണ്ട് പറയുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഓ എന്ന് ചോദിക്കും. അത് ചിലപ്പോൾ നമ്മളാരെങ്കിലും ചെന്ന് വികടമായ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചാലും തോളിൽ തട്ടിയിട്ട് ഭേഷ് ഭേഷ് ഓർമ്മിക്കുന്നുണ്ടാവും വാക്കുകളിൽ. ഇവിടെ സെക്രട്ടറി, അവിടെ ഗ്രേഷ് തുടങ്ങി കുറേ പേരുണ്ട്. സ്വാമിജിയുടെ സാധുക്കൾ എന്ന് സ്വാമിജി പേരിട്ട് വിളിച്ചിരുന്ന കുഞ്ഞുങ്ങൾ 4-5 പേര് അന്ന് സ്വാമിജിയുടെ മടിയിലും മുമ്പിലും ഒക്കെയായി കയറി കളിച്ചിരുന്നവരാണ് ഇപ്പോൾ ഇതിൻ്റെ ഭരണരംഗത്ത് വന്നിരിക്കുന്നതുള്ള ഒരു നിമിത്തമായിരിക്കും. അന്ന് മടിയിലേക്ക് വെച്ചത് ഇന്ന് ഈ ആശ്രമം ഭരിച്ചുകൊള്ളട്ടെ എന്ന് മുന്നേ കണ്ടുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അത് ആനുഷംഗികമായി ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഗുരുദേവന്റെ വാക്കുകൾ ആരെങ്കിലും മറ്റുള്ളവർക്ക് പ്രോത്സാഹനം ഉണ്ടാക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, ഇത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഗുരുദേവന്റെ മുമ്പിൽ പറഞ്ഞിട്ടിറങ്ങിയാൽ അത് എന്തായിരുന്നോ എന്തോ എന്ന അബദ്ധ ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇറങ്ങുക. പക്ഷേ അപ്പോൾ കാണാം മൃദുലമായൊരു സ്പർശം. തോളിൽ തട്ടിയിട്ട് ഭേഷ് ഭേഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് യൂണിവേഴ്സിറ്റി ബിരുദം കിട്ടിയതിനേക്കാൾ വലിയ സന്തോഷമാണ്. കാരണം അത്രയ്ക്കുണ്ട് ആ ഗുരുദേവനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വാത്സല്യം. ഒരു മാതാവിന് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് പോലുള്ള വാത്സല്യമാണ് ആ ഗുരുനാഥൻ നമുക്ക് പകർന്നു തന്നിട്ടുള്ളത്. നമുക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ചുരുങ്ങിയ ഒരു സദസ്സിനല്ല, ലോകത്തിന് ആകമാനം. മനുഷ്യൻ ചിന്തിക്കേണ്ടത് എങ്ങനെ, ജീവിക്കേണ്ടത് എങ്ങനെ, പരസഹായം ചെയ്യേണ്ടത് ഏത് വിധത്തിൽ എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ സത്സംഗ സദസ്സുകളിലെ ശ്രേഷ്ഠ ഉപദേശങ്ങളായിരുന്നു. മനുഷ്യ ജീവിതത്തെ ഏത് വിധത്തിൽ കരുപിടിച്ച് കൊണ്ടുപോകണം, എല്ലാവരെയും സന്യാസത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എല്ലാവരെയും ആശ്രമവാസികളാക്കുവാൻ അദ്ദേഹം ക്ഷണിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരും മനുഷ്യരായി തീരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും മനനം ചെയ്ത് മാനവത്വം നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ഉപദേശിച്ചു. മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് നിർവചിക്കുകയും മാനവത്വത്തിൻ്റെ പ്രത്യേകത അത് വളരെ വിചിത്രമാണ്, പല വ്യാഖ്യാനങ്ങളിലും കാണാറില്ല. മാ ന വ എന്ന് മാനവ ശബ്ദത്തെ 3ആയി തിരിച്ചിട്ട് മാ ന വ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാറുണ്ട്. എന്താണെന്നോ, മാ മായ, ന ഇല്ലാതെ, വ വർത്തിക്കുന്നവൻ, മായാരഹിതമായി വർത്തിക്കുന്നവനാണ് മനുഷ്യൻ എന്ന ഒരു നൂതനമായ വ്യാഖ്യാനവും കൂടി അദ്ദേഹം മനുഷ്യന് നൽകാറുണ്ടായിരുന്നു. നമ്മുടെ സത്സംഗ വേളകളിൽ മായാജാഡ്യം നിറഞ്ഞ സദസ്സുകളിൽ അല്ലെങ്കിൽ ലോകത്ത് ആ ജഡത ഒഴിവാക്കുവാൻ പോകുന്ന വിധത്തിലുള്ള വിശിഷ്ട സൂക്തിരത്നങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ. ഓരോ വിധത്തിൽ വന്നു ചേരുന്ന ആളുകൾ, ചില ആളുകൾ ധനാശ കൊണ്ട്, ചില ആളുകൾ നിരാശ കൊണ്ട്, ഏറിയ പേരും അധ്യാത്മചിന്ത തൽപരരായി ഒക്കെ പല തരത്തിലുള്ള ആളുകളാണ് സത്സംഗവേളകളിൽ വന്നുകൂടാറുള്ളത്. ഗുരുദേവനെ കണ്ട് ഉപദേശം സ്വീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഗുരുദേവനെ കണ്ട് മനസ്സിന് സ്വാസ്ഥ്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ കൃഷ്ണൻ നമ്പൂതിരി ഒരിക്കലും ഇവിടെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഗുരുദേവനുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഗുരുദേവനോട് ഒരാൾ ചോദിച്ചു, ഗുരു അവിടുന്ന് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരോട് നരേന്ദ്രൻ ചോദിച്ചതുപോലുള്ള ചോദ്യമാണ്. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ?
ഗുരുദേവൻ പറഞ്ഞ മറുപടി അന്ന് എല്ലാവർക്കും വളരെ രോമാഞ്ചദായകമായിരുന്നു. ഗുരുദേവൻ പറഞ്ഞു, ഞാൻ ഈശ്വരനെ അല്ലാതെ കണ്ടിട്ടില്ല, ഞാൻ ഈശ്വരനെ അല്ലാതെ ആരെയും കണ്ടിട്ടില്ല എന്നാണ്. അതാണ് ആ വീക്ഷണത്തിന്റെ പ്രത്യേകത. ഗുരുദേവൻ കണ്ടിട്ടുള്ളത് സർവേശ്വരനെ മാത്രം, എല്ലാ ആളുകളിലും ഈശ്വരനെ മാത്രമായിരുന്നു. അല്ലാതെ കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം, എന്നെ തൊട്ടോട് നോക്കിക്കോ എന്നൊന്നും പറയുന്ന ദിവ്യത്വത്തിന് എങ്ങുമേ പോകാറില്ല. അതാണ് ഞാൻ തൊണ്ട് തൊലിക്കുന്ന ആളെ പറ്റി, തേങ്ങ പൊളിക്കുന്ന ആളെ പറ്റി പറഞ്ഞില്ലേ, 100 തേങ്ങ ഒരു സമയത്ത് നെറ്റിയിൽ ഇടിച്ച് അതിനെ പൊളിക്കുന്നതാണ്, അല്ലെങ്കിൽ തൊണ്ട് വേർപെടുത്തുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞയാൾ ചോദിച്ചത്, ഗുരുദേവന് ഇതിന് അത്ഭുതം തോന്നുന്നില്ലേ? ഗുരുദേവൻ പറഞ്ഞു, നിത്യാഭ്യാസി ആനയെടുക്കും, ദിവസവും പരിശീലിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും, ഇതിലൊരു അത്ഭുതം കാണാൻ എനിക്ക് വയ്യ. അത് സാധാരണ കൊണ്ടുള്ള പരിശീലനത്താൽ വന്നു ചേരുന്നതാണ് എന്ന്. ഏതെങ്കിലും ഒരു അത്ഭുതം താൻ ചെയ്തതായി പറയാറില്ല, താൻ ചെയ്തതായി ഭാവിക്കാറുമില്ല. ചില സന്ദർഭങ്ങളിൽ ആളുകൾ ചെന്ന് ചോദിക്കും, ഗുരുദേവൻ ഏത് മാർഗമാണ് സ്വീകരിക്കാറുള്ളത്? അങ്ങ് ഏത് ഉപാസനാമൂർത്തിയാണ് ആരാധിക്കുന്നത്? അങ്ങയുടെ പ്രാർത്ഥനാ ബന്ധാവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ ഒന്നും അറിയാത്ത ഒരു പാവമാണ്, രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിയുന്നു, അത്രയേ ഉള്ളൂ. ആളുകളൊക്കെ കൂടി കെട്ടിയൊരു ആശ്രമം ഉണ്ടാക്കിയതുകൊണ്ട് അവിടെ കൂടിയിട്ടുണ്ട് എന്ന് വിനയപുരസരം പറയാറുള്ള. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഒരു സത്സംഗ ഒരു സന്യാസി സംഘം ഗുരുദേവന്റെ അടുക്കൽ വന്നു. ഗുരുദേവന്റെ അടുക്കൽ വന്നിട്ട് ആവശ്യപ്പെട്ടത്, ഗുരുദേവ ഞങ്ങളൊരു സന്ദേശവുമായി വന്നിരിക്കുകയാണ്. ചോദിച്ചു, എന്താണ് എന്നുള്ള അർത്ഥത്തിൽ നോക്കി. അവർ പറഞ്ഞു, ഭാരതമാസകലമുള്ള ശ്രേഷ്ഠ സന്യാസിമാരെ സംഘടിപ്പിച്ച ഒരു സന്യാസി സംഘം ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വാമി ചോദിച്ചു, ഓഹോ അത്ര പറഞ്ഞെങ്കിൽ കിട്ടും. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അന്ന് അവർ ആ സത്സംഗത്തിൽ കൂടി ഉച്ചവരെ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചു, ഉച്ച കഴിഞ്ഞു, വീണ്ടും സത്സംഗത്തിലെത്തി. വൈകുന്നേരം പിരിയാൻ നേരത്ത് അവർ ചോദിച്ചു, ഗുരുദേവ ഞങ്ങൾ പറഞ്ഞ ആ സന്യാസി സംഘത്തിൻ്റെ കാര്യം അവിടുന്ന് വേണം നയിക്കാൻ. ഒറ്റ കാര്യം മറുപടിയായി ഇങ്ങനെ ചോദിച്ചു, അല്ല സന്യാസി സംഘടന ഇതെങ്ങനെ ചെയ്യാവും? പറയാൻ വന്നവർ പിന്നെ ഒരക്ഷരം പറയാതെ പോയി. കാരണം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. സന്യാസി വാക്കുകൾ അവരെ ഒന്നും കുറ്റം പറഞ്ഞില്ല. ആ ഗുരുദേവന്റെ ഒരു സ്വഭാവം, ആരെയും കുറ്റം പറയുകയില്ല. അദ്ദേഹം കുറ്റം പറഞ്ഞില്ല, ചെയ്യുന്ന സംഘടനയുടെ മാറ്റം ചോദിച്ചതേ ഉള്ളൂ. സംഘടന എന്ന് പറഞ്ഞാൽ സമ്യഘടന, ചേർത്ത് വയ്ക്കലാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ വേർപെടുത്തലാണ്, ഉപേക്ഷിക്കലാണ്. സന്യാസി സംഘടന അതെങ്ങനെ ശരിയാകുമെന്ന് ചെറിയൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. പിന്നൊരിക്കൽ ചിലർ ഈ ആശ്രമത്തിന്റെ ഭാരവാഹികൾ അടക്കം 4-5 പേര് ഗുരുദേവനെ സമീപിച്ചു പറഞ്ഞു, ഗുരുദേവ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടുത്തെ ചെലവുകളൊക്കെ നടത്തി പോകുന്നത്. അന്തേവാസികളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, പൂജാതി കർമ്മങ്ങളുണ്ട്, ഇതൊക്കെ നടത്തി പോകാൻ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 സ്ഥാപനങ്ങൾ തുടങ്ങാം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, സ്കൂള്, ഇതൊക്കെ ഇത്രയധികം പബ്ലിക് സ്കൂളുകളൊന്നും ഇല്ലായിരുന്ന കാലമാണ്. അപ്പോൾ ഒരു സ്കൂൾ തുടങ്ങാം, അതുപോലുള്ള അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാം. അതിനെ കേട്ടുമിണ്ടാതിരുന്നു. ഒടുവിൽ ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചതിന് മറുപടിയൊന്നും കിട്ടിയില്ല. വേണ്ടുന്ന നിധി ഞാൻ ആശ്രമത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ട്, അല്ല സൂക്ഷിച്ചിട്ടുണ്ട്. ആ നിധിക്ക് മുടക്കം വരാത്താതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ അർത്ഥം. ഗുരുദേവൻ നാമജപത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഗുരുദേവൻ പറഞ്ഞു, ആ ഈ നാമജപം എന്നുള്ളത് നിങ്ങൾ എന്ന് മുടക്കുമോ അന്ന് ഈ ആശ്രമത്തിലെ ശ്രേയസ്സെല്ലാം വഹിക്കും. പിന്നെ അദ്ദേഹം ചോദിച്ചു ഒന്നും കൂടി, പിന്നെ ആശ്രമം എന്തിന്? നാമജപം പോലും മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഈ ആശ്രമം എന്തിന് എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ ആ കാര്യം ഉണ്ടെങ്കിൽ, അത് മുടക്കാതിരിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു തടസ്സവും വരില്ല എന്ന് ഇപ്പോഴത്തെ ഭരണകർത്താവ് വരെ ഉള്ള ആളുകൾ ഇത് സമ്മതിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഇങ്ങനെ കഷ്ടിപിഷ്ടിയായി കൊണ്ടുപോവുക. ഒരുപാടൊന്നും മിച്ചം വെച്ച് സമ്പാദ്യം വരരുത് എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു.
ആശ്രമത്തിൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചിലയിടത്ത് അധികാരം, വടംവലി, ഇന്ന വിധത്തിൽ എത്തിച്ചേരണം ഒക്കെയുള്ള വിചാരത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ. ഒരു ദിവസം ഒരു സന്യാസി തന്നെ അർദ്ധരാത്രി ഒരു ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, ഒരു ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാണ്ഡം പരിശോധിച്ച് നോക്കിയപ്പോൾ ആശ്രമത്തിൻ്റെ കുറേ ചെക്ക് ബുക്കുകളും സീലും ഒക്കെയാണ് ആ ഭാണ്ഡത്തിൽ വെച്ച് പോകാൻ ശ്രമിച്ചത്. കുറച്ച് വർഷത്തിന് മുമ്പ് വാർത്ത വായിച്ചതാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ വന്ന് ഭാരം കേൾക്കുന്ന ഒരാൾ ഇവിടുത്തെ അക്കൗണ്ട് ബുക്ക് നോക്കാൻ മെനക്കെടില്ല. ഇവിടുത്തെ അക്കൗണ്ട് ബുക്ക് നോക്കിയാൽ ബാങ്ക് ബാലൻസ് അല്ല കാണുക, പിന്നെ കൂടുതൽ കടമല്ല കാണുക എന്നുള്ളത് കൊണ്ട് അതിനൊരുപടിയില്ല. അങ്ങനെ നിൽക്കുന്നവർ മാത്രമേ ആത്മാർത്ഥമായി ഇതിൻ്റെ തലപ്പത്ത് നിന്ന് ഗുരുസേവയെന്നോ ഈശ്വര സേവയെന്നോ വിധത്തിൽ കരുതുകയുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ഗുരുദേവന് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് ആദായ മാർഗം ഉണ്ടാക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിലേക്ക് തിരിയരുത് എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നെന്ന് തോന്നുന്നതുകൊണ്ട് ഉപസ്ഥാപനങ്ങളൊന്നും ഈ ആശ്രമത്തിനില്ല. ആറയിൽ ആദ്യം തുടങ്ങിയ ആശ്രമവും പിന്നീട് ആരംഭിച്ച തിരുവനന്തപുരത്തെ ആശ്രമവും ഒരേ രീതിയിൽ നടന്നു പോവുകയാണ്. ഗുരുദേവനൊരു നിർബന്ധമുണ്ടായിരുന്നു, ആശ്രമത്തിൽ വരുന്നവർ വിശക്കരുത്, അല്ലേ? ആശ്രമത്തിൽ വരുന്നവർ വിശക്കരുത്. അതിന് അന്നപ്രാശനം നടത്തുന്ന ഏർപ്പാട്, ഊട്ട് നടത്തുന്ന ഏർപ്പാട് ഗുരുദേവൻ തുടങ്ങി വെച്ചത് അന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ അന്നമൂട്ടുന്ന സ്ഥലങ്ങളില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും ഈ അടുത്ത കാലത്താണ് അതൊക്കെ ആരംഭിച്ചത്. ഒരിടത്തും ഇല്ലായിരുന്ന കാലത്ത് അഭേദാശ്രമത്തിൽ വന്നാൽ ആഹാരം കഴിക്കുമെന്ന് വിശ്വസിച്ച് മാത്രം ജീവിച്ച അനവധി ആളുകൾ ഈ നഗരത്തിലുണ്ടായിരുന്നു. രാവിലത്തെ കാപ്പിയും ഉച്ചയൂണും അത്താഴത്തെ കഞ്ഞിയും കഴിച്ചു പോയ ഒരുപാട് പേർ, അതുകൊണ്ട് മാത്രം ജീവിച്ചവർ ഈ പരിസരത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും വിരലിലെണ്ണാവുന്ന വിധത്തിലെങ്കിലും അതിലേക്കായി ജീവസന്ധാരണത്തിന് മാത്രമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഞാൻ ഗുരുദേവനെ അനുസ്മരിക്കുമ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനെന്ന് ചോദിക്കാം. അസാധാരണമായ ചില കാര്യങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് കണ്ടില്ലേ വിദ്യാരംഭം എന്ന് പറയുന്ന പ്രക്രിയ, വിദ്യാരംഭം പൂജ എടുപ്പ് ദിവസം വിദ്യാരംഭം നടത്തുന്നത് ഇപ്പോൾ എല്ലായിടത്തുമുണ്ട്. അച്ചടിശാലകളിലുണ്ട്, വായനശാലകളിലുണ്ട്, എന്തിൻ്റെ ചെറു കേന്ദ്രങ്ങളായി എല്ലായിടത്തുമുണ്ട്. മുമ്പ് ഈ ആശ്രമമാണ് നഗരത്തിലെ വിദ്യാദാന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നത്. കുരുന്നുകൾ ആയിരക്കണക്കിന് എന്തായാലും ഈ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർ കൈയെഴുതി അക്ഷരം തെളിച്ച് ഈ രംഗത്ത് വിജയക്കൊടി പാർച്ചിട്ടുണ്ട്. ഗുരുദേവൻ്റെ ഒരു സ്പർശം അദ്ദേഹത്തെ ആ ജീവിതങ്ങൾക്ക് ധന്യത പകർന്നിട്ടുണ്ട്. ഇപ്പോഴും അതനുസ്യൂതം നടക്കുന്നു. പക്ഷെ ആയിരങ്ങളുടെ സ്ഥാനത്ത് 15, 25 എന്ന് ചുരുങ്ങിയിട്ടുണ്ട്. കാരണം ഉള്ള ആളുകളെയല്ലേ എല്ലായിടത്തുമായി പങ്കുവെച്ചു കൊണ്ടുവരാനൊക്കൂ എന്നതുകൊണ്ട്. മനുഷ്യ നന്മയെ ലക്ഷീകരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും തിരിയുന്നതായിരുന്നു. ഒരു പ്രധാന കാര്യം സൂചിപ്പിച്ച് ഞാൻ ഈ അനുസ്മരണത്തിലേക്ക് പിന്നെ അധികം കിടക്കാതിരിക്കാൻ, കാരണം അധികം കിടന്നാൽ നിങ്ങൾ എണീറ്റ് പോകും, ഞാനിവിടെ നിൽക്കും. കാരണം പൂർണ്ണ സമയം വൈകുകയാണ്. ഞാനൊരു വളരെ വ്യക്തിപരമായ ഒരു കാര്യം അവിടെ പറയാമെന്ന് വിചാരിക്കും. പിന്നീട് ഞാൻ ജോലി നോക്കുന്നതിന് മുമ്പ് ആദ്യത്തിൽ ഒരു ചെറിയ കാലഘട്ടം ഞാനൊരു ജോലി നോക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി എനിക്ക് അങ്ങ് പൂനെക്കടുത്ത് ഒരു മഹാബലേശ്വർ എന്ന സ്ഥലത്ത് പോകണമായിരുന്നു. അവിടെ വെച്ച് ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ 22 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ഞാൻ ഈ മെമ്മോ കിട്ടിയപ്പോൾ ഗുരുദേവൻ്റെ സത്സംഗ സദസ്സിൽ എല്ലായ്പ്പോഴും ചെന്നെത്തും. മറ്റ് ട്യൂട്ടോറിയൽ വർക്കൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും 5 മണിയാകുമ്പോൾ ഞാൻ മിക്കവാറും ഏതാശ്രമത്തിൽ ചെന്നെത്തും, ആറേഴ് ആശ്രമത്തിൽ ചെന്നെത്തും. അവിടെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കും. കാരണം ഇന്നും ഈ സ്റ്റേജിൽ നിൽക്കാൻ ഏതെങ്കിലും ഊർജമുണ്ടെങ്കിൽ അത് എനിക്ക് പകർന്നു കിട്ടിയത് ഗുരുദേവൻ്റെ സത്സംഗങ്ങളിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊരു ഭാഗ്യമായി കരുതുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ സത്സംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ മെമ്മോ കൊടുത്തു. വായിച്ചു നോക്കി എൻ്റെ കാലയളവൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഓ ഞാനും അതിനടുത്ത ഉരുളിക്കാഞ്ചൻ എന്ന സ്ഥലത്തുണ്ടാവും. ഞാനെന്ന വാക്ക് ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു. അഭേദനും അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു.
എന്താണെന്നോ, ഗുരുദേവന്റെ ശരീരത്തിൽ അന്നൊരു തരം ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഇവിടുത്തെ ചെറു ചികിത്സകൾ കൊണ്ട് ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായ ആൾ പൂനെയിലുണ്ടായിരുന്നു, ഗുരുദാസ്. അദ്ദേഹത്തെ പൂനെയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉരുളിക്കാഞ്ചലിലെ ഒരു നിസർഗോപചരണാശ്രമം എന്ന് പറഞ്ഞാൽ പ്രകൃതി ചികിത്സാലയത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. അതിന് കുറച്ച് ദിവസം ഗുരുദേവൻ അവിടെ വിശ്രമിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എന്തെന്നറിയാമോ, മഹാബലേശ്വറിൽ നിന്ന് തിരിച്ച് മടങ്ങുമ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് 4 ദിവസം കഴിഞ്ഞേ ഇങ്ങോട്ട് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു 3 ദിവസം എനിക്ക് ഗുരുദേവനോടൊപ്പം കൂടാം. ഗുരുദേവനോടൊപ്പം കൂടിയാൽ എനിക്ക് ഏകാന്തത്തിൽ ഗുരുദേവനെ സംവദിക്കാനുള്ള അവസരം, ചില കാര്യങ്ങളൊക്കെ സംശയം തീർത്ത് പോരാൻ പറ്റും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വലിയ ബാഗ് കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിലാക്കിയിട്ട് ഈ ഉരുളിക്കാഞ്ചൻ എന്ന സ്ഥലം അന്വേഷിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അന്വേഷിച്ച് ഒരു ബസ്സിൽ കയറി ഉരുളിക്കാഞ്ചൻ എന്ന സ്ഥലത്തിറങ്ങി അവിടെ ചെന്ന് ചോദിച്ചു, ഈ ഒരു പൊടിയായിട്ട് ഹിന്ദി അറിയാവൂ, അത് വെച്ചുകൊണ്ട് ഒരാളോട് ചോദിച്ചു, ഹാങ്കി നിസർഗോപചരണ ആശ്രമം കാണാട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കേട്ടുനിന്ന ആൾക്ക് മനസ്സിലായി ഇയാൾ ഹിന്ദിക്കാരനല്ല. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത്, സാറിന് എവിടെ പോകണം എന്നാണ്. അയാൾ ആറ്റിങ്ങൽക്കാരൻ ഒരാളാണ്. ഈ ഉരുളിക്കാഞ്ചലിലെ ഈ പ്രകൃതി ചികിത്സാലയത്തിനടുത്ത് ഒരു ക്യാൻറ്റീൻ നടത്തുന്നു. അദ്ദേഹം ചോദിച്ചു, സാറിന് എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ ലളിതാനന്ദ സ്വാമി വന്നിട്ടുണ്ട്, എനിക്ക് വലിയ അനുഗ്രഹമായി തോന്നി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഒരു ഇന്നിൽ തൊട്ടടുത്തൊരു ഇന്നിൽ ഡോർമെട്രിയിൽ എൻ്റെ ബാഗും വെച്ചിട്ട് ഞാൻ അവിടേക്ക് ചെന്ന്, എൻ്റെ വിചാരം ഇപ്പോൾ ഇവിടെ ആരും കാണില്ല, ഗുരുദേവൻ്റെ അടുക്കൽ സുഖമായി ചെന്നെത്താം, അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ ചെന്ന് ഞാൻ ഗുരുദേവൻ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു ബോയ് കൂടെ വന്ന് അദ്ദേഹം ഇരിക്കുന്ന മുറി കാണിച്ചു തന്നു. ഏകദേശം ഇത്രയോളം വലിപ്പമുള്ളൊരു ഹാൾ, തിങ്ങി നിറഞ്ഞ് വെളിയിൽ തള്ളി ആരാധകർ തിങ്ങി നിൽക്കുന്നു. ഗുരുദേവൻ 4 മണിക്ക് സത്സംഗം നടത്തും. എൻ്റെ ആഗ്രഹമെല്ലാം അവിടെ പൊലിഞ്ഞു. എനിക്ക് ഗുരുദേവൻ്റെ അടുക്കൽ സംവദിക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ആ നടയിലെ പൊങ്ങിയ ഭാഗത്ത് കയറി നിന്നൊന്ന് നോക്കി. ഗുരുദേവൻ അവിടെ വെച്ച് എന്നെ കണ്ടു. ഓഹോ എന്ന് മാത്രം ഒരു സംബോധന. എല്ലാവരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും പോയി ചെന്ന് ഗുരുദേവന്റെ പാദം വന്ദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്നേക്കാണ് മടക്കം പറഞ്ഞ് ഞാനിങ്ങനെ 4-ാം ദിവസത്തെ ടിക്കറ്റ് വിവരം പറഞ്ഞു. അടുത്ത 3 ദിവസവും എന്നോടൊപ്പം കൂടിക്കൊള്ളു. വെളുപ്പാൻ കാലത്ത് 4 മണി മുതൽ 6 മണി വരെ ഇവിടുത്തെ മുന്തിരിത്തോപ്പുകളിലും ആപ്പിൾ തോട്ടങ്ങളിലും ഓറഞ്ച് തോട്ടങ്ങളിലും നടന്നു കൊള്ളാനാണ് ഡോക്ടർമാരുടെ വിധി. അപ്പോൾ ആരും കാണില്ല, സുധാകരന് കൂടിക്കൊള്ളാം. ഞാൻ ആകെ ഐസായി പോയി. ഇങ്ങനെ ഒരു ആഗ്രഹത്തോടെ ചെല്ലുകയും സാധിക്കയില്ല എന്ന് വിചാരിച്ചു തീരുമാനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ മനസ്സ് വായിച്ചറിഞ്ഞ ഒരു അതുല്യ മുഹൂർത്തം, അതും ബ്രാഹ്മമുഹൂർത്തം ഉൾക്കൊള്ളുന്ന കാലം, 3 ദിവസത്തെ 6 മണിക്കൂർ. ഞാൻ 6000 വർഷം ജീവിച്ചാലും എന്നിൽ നിന്ന് മാഞ്ഞു പോകാതെ വണ്ണം അനുഗ്രഹ വർഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. ആ നിമിഷങ്ങൾ ഓർക്കുമ്പോൾ വികാരപരമാകാതിരിക്കാൻ പ്രയാസമാണ്. അന്ന് കിട്ടിയ ജ്ഞാനം വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതെനിക്കുണ്ടെന്നല്ല, എനിക്ക് തന്നത്. ആ ശ്രേഷ്ഠതയുടെ ധന്യതയുടെ മികവും അനുസ്മരണവും ഏത് കാലത്തും അർത്ഥമാണ്, ഏത് കാലത്തും ഉത്തേജകമാണ്, ഏത് കാലത്തും എനിക്ക് ഉദാത്തമായി തോന്നിയിട്ടുള്ളതാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഗുരുദേവനിലെ സത്സംഗങ്ങളിൽ പങ്കുകൊണ്ടിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അനുഭവത്തിൻ്റെ ധന്യത മനസ്സിൽ വെച്ചുകൊണ്ട് ഇത്രയും ശ്രേഷ്ഠമായ ഒരു ധന്യജീവിതം നയിക്കാൻ, അതും ജനങ്ങൾ ഇടതിങ്ങി പാർക്കുന്ന സ്ഥലത്താണ് ഒരു സന്യാസി വന്ന ആശ്രമം സ്ഥാപിക്കുന്നത്. ശൂരനാട്ട് കുഞ്ഞമ്പിള്ള കുമാരൻ തമ്പിസാർ എഴുതിയ പുസ്തകത്തിൻ്റെ ആമുഖമായി എഴുതി, ഏതെങ്കിലും വനാന്തരത്തിൽ പർണശാലകൾ കെട്ടി താമസിക്കേണ്ട ഒരു സന്യാസി ജനനിബിഡതകളുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് നിസ്സംഗനായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭേദാനന്ദ സ്വാമിയുടെ ഒരു മികവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സത്സംഗമോ ഒരു ഭജനയോ ഒരു നോട്ടമോ ഒരു സ്പർശമോ ഏതൊരാൾക്കും
ധന്യത ഉണ്ടാക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗുരുദേവൻ്റെ അനുസ്മരണമായി ഈ യോഗം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും സ്ഥലമുള്ളതനുസരിച്ച് ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യപ്പെടുന്നു.